പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു ആരാധനയെ പറ്റിയാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ക്രിക്കറ്റ് പിച്ചിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം കരേറ്റുവാൻ സാധിക്കുമോ ഇല്ലയോ? ക്രിസ്ത്യാനികൾ പൊതുവെ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ പള്ളിയിൽ പോകണം, ഫെയ്ത്ത് റൂമിൽ പോകണം, അല്ലെങ്കിൽ അവരുടേതായ 4 ഭിത്തികൾക്കുള്ളിൽ ആയിരിക്കണം, പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കണം. എന്നാൽ അതിനേക്കാൾ 10,000 മടങ്ങ് ആത്മാർത്ഥതയുള്ള, ആധികാരികതയുള്ള, അർത്ഥവത്തായ ഒരു ആരാധനയെപ്പറ്റി നിങ്ങളോട് പറയാതെ ഇരിക്കാൻ ഒരു വിധത്തിലും മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ദയവായി സഹകരിക്കണം. ഞാൻ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ സാരാംശം ഒന്ന് പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ് എന്നതുകൊണ്ട് എൻ്റെ ഈ അധ്വാനം വളരെ ലഘൂകരിക്കാൻ അത് സഹായിക്കും. ഞാൻ എൻ്റെ ആശയം നിങ്ങളുമായി പങ്കിടട്ടെ. ആ റിപ്പോർട്ട് ഇപ്രകാരമാണ്: സൂപ്പർമാൻ സഞ്ജു റെസ്ക്യൂസ് ഇന്ത്യ. ഒന്നുകൂടെ വായിക്കാം, തലക്കെട്ട്. സൂപ്പർമാൻ സഞ്ജു, അത് സഞ്ജു സാംസൺ ആണ്. സൂപ്പർമാൻ സഞ്ജു റെസ്ക്യൂസ് ഇന്ത്യ. ഇവിടെ സഞ്ജു പറയുന്ന വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ്: ഐ ഹാവ് സീൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗെയിം ലൈക്ക് വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ പ്ലേ ആൻഡ് ഡു ദെയർ ജോബ്. I might have played 60 games, but I have seen them for 100 games. How they are perfect. I was waiting for this day since my debut. It's the best day of my life. I have always had a special journey with lots of ups and downs, and I have kept on doubting myself, but I kept on believing. Thanks to the Lord Almighty for actually blessing me today, Sanju Samson. ഇനി ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. T20 വേൾഡ് കപ്പ് മത്സരത്തിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന കളിയാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഈ പരമ്പരയിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നതിനെപ്പറ്റി കാര്യമായ ഘനമേറിയ സന്ദേഹം അല്ലെങ്കിൽ സംശയമുണ്ടായിരുന്നു. സഞ്ജു സാംസന്റെ കഴിവുകളെ വളരെ ശക്തമായി സംശയിക്കുന്ന, വളരെ സ്വാധീനമുള്ള ക്രിക്കറ്റ് രാജാക്കന്മാർ ഈ നാട്ടിലുണ്ട്. അത് കേരളത്തിലുമുണ്ട്. പ്രത്യേകിച്ച് കേരളയുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്, നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്രകാരമുള്ള ഒരു സേവനം സഹ കേരളീയരിൽ നിന്ന് സഞ്ജു സാംസണിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അതിൻ്റെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആകപ്പാടെ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികളോട് ഒരു കാര്യം പറയാനുണ്ട്. അതിൻ്റെ ഏറ്റവും സഹായകരമായ ഒരു ഉദാഹരണമാണ് ഇത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാൻ ഒരു ക്രിക്കറ്റ് ഫാനല്ല, ഒരിക്കലായിരുന്നു, കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ ഏറെ താമസിയാതെ ഇതിനുള്ള കഴിവ് എനിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം സർവശക്തനായ ദൈവം എനിക്ക് നൽകി. ഞാൻ ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങി. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി, ക്രിക്കറ്റിനെ പറ്റി ആധികാരികമായ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. മാത്രവുമല്ല, ഇപ്പോൾ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അധികം ക്രിക്കറ്റ് കാണാറില്ല. എന്നാൽ ഇത് ഞാൻ എന്തുകൊണ്ടത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഭാരതത്തിൽ ഇന്ന്
മതപീഡനത്തിൻ്റെ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ഛത്തീസ്ഗഡിലെ സംഭവമാണെങ്കിലും ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ വിവിധമായ ഇടങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ ആരാധിക്കുമ്പോൾ അവർക്ക് നേരെ അഴിച്ചുവിടുന്ന അവഹേളനവും അക്രമവും ആണെങ്കിലും എന്തുവേണ്ട കേരളത്തിൽ പോലും ഈ അടുത്ത കാലത്ത് ക്രിസ്തുമസ് കാലത്ത് ക്രിസ്ത്യാനികൾക്ക് എതിരെ അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ അല്പം പെർസിക്യൂഷൻ സഹിക്കേണ്ടി വന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ആവർത്തിക്കേണ്ടതില്ലല്ലോ. എന്നാൽ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഞ്ജു സാംസൺ ഇന്ത്യയുടെ മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈഡൻ ഗാർഡൻ എന്ന് പറയുന്ന വലിയ പ്രശസ്തമായ ക്രിക്കറ്റ് ഫീൽഡിൽ ലോകശ്രദ്ധ ആർജിച്ച ഒരു കളിയുടെ അവസാനം തൻ്റെ ദൈവദത്തമായ കഴിവുകൾ, അതിൻ്റെ സൗന്ദര്യത്തിൽ, അതിൻ്റെ വലിയ ഫലഭൂഷ്ടിയിൽ ആധികാരികമായി ലോക ജനത്തിന് മുൻപിൽ അവതരിപ്പിച്ച ശേഷം തൻ്റെ ഹൃദയത്തിൽ കരകവിഞ്ഞ് ഒഴുകുന്ന ആത്മാർത്ഥമായ ദൈവഭക്തി, ദൈവത്തോടുള്ള സ്നേഹം, നന്ദി, കടമ ആരുടെയും അനുവാദം ചോദിക്കാതെ ആ ക്രിക്കറ്റ് പിച്ചിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ഉറവിടം ദൈവമാണ് എന്ന സർവ്വലോകത്തോടും സാക്ഷീകരിക്കുന്ന ഒരു ദൃശ്യമാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചത്. അങ്ങനെ ദൈവദത്തമെന്ന് താൻ വിശ്വസിക്കുന്ന ഈ കഴിവ് ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം പ്രയോജനപ്പെടുത്തിയ ശേഷം ഒരു യുവാവ് അവൻ്റെ കഴിവ് തെളിയിച്ച ഇടത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് അവൻ്റെ നന്ദി അറിയിക്കുമ്പോൾ അത് സർവ്വലോകത്തിൻ്റെയും മുൻപേ അവൻ്റെ സാക്ഷ്യമായി അവൻ അറിയാതെ തന്നെ എടുത്ത് കാട്ടുമ്പോൾ ആർക്കെങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്, ആർക്കെങ്കിലും അതിനെപ്പറ്റി അല്പമെങ്കിലും അമർഷം തോന്നുവാൻ സാധ്യതയുണ്ടോ? നമ്മളീ പറയുന്ന ബജരംഗ് ദളാകട്ടെ, വിശുദ്ധ പരിഷത്താകട്ടെ, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മറ്റ് അഫിലിയേറ്റ്സ് ആയിട്ടുള്ള സംഘടനകളാകട്ടെ, സഞ്ജു സാംസനെ ഓടിച്ചിട്ട് അല്ലെങ്കിൽ വളഞ്ഞിട്ട് തല്ലി എന്നൊരു സംഭവം വരുമോ? വരികയില്ല. കാരണം എന്താണ്? സഞ്ജു സാംസൺ ഇങ്ങനെ അവൻ്റെ ആരാധന ഒരു ക്രിക്കറ്റ് പിച്ചിൽ നടത്തുമ്പോൾ അതിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അവൻ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനയുടെയും ആധികാരികതയുണ്ട്. അതിൻ്റെ പുറകിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യമുണ്ട്. അതല്പമൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളിൽ അനേകർക്കും ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ സഞ്ജു സാംസനെ പറ്റി അറിയാവുന്നവരാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഞ്ജു സാംസൺ വളരെ അധികം പ്രയാസങ്ങളിൽ കൂടെ, ഇവിടെ സഞ്ജു പറയുന്നത് പോലെ അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ കടന്നുപോയ ആളാണ്. സഞ്ജുവിൻ്റെ കഴിവിനെ പറ്റി ആർക്കും തന്നെ സംശയിക്കാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല. എങ്കിലും കഴിയുമെങ്കിൽ അവനെ ഒഴിവാക്കണം, അവസരങ്ങൾ കൊടുക്കരുത്. അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ സ്വഭാവത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, കൺസിസ്റ്റൻ്റ് അല്ല എന്ന ആശയമാണ്. അവിടെ ഇങ്ങനെ ഒരു ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ജീനിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രം കളിക്കുന്ന ഭാരതത്തിൻ്റെ ടീമിൽ സഞ്ജു സാംസൺ ഇടം കൊടുക്കുന്നത് വലിയ മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് കഴിയുന്നത്രയും അവനെ നിരുത്സാഹപ്പെടുത്തി, തേജോവധം ചെയ്ത് അവൻ്റെ കഴിവുകളെ തുച്ഛീകരിച്ച് അങ്ങനെ പലപ്പോഴും മാർജിനിൽ മാത്രം ഇരുത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്കറിയാം, മറ്റൊരു ടൂർണമെൻറ്റിൽ കളിക്കാൻ പോയപ്പോൾ ഒരു അവസരം പോലും കൊടുക്കാതെ
ആ ടൂർണമെന്റിൽ മുഴുവനും മാർജിനിൽ ഡഗൌട്ടിൽ ഇരിക്കേണ്ട ഗതികേട് വന്ന വ്യക്തിയാണ് സഞ്ജു സാംസൺ. അപ്പോൾ ഈ സമയത്തൊക്കെ സഞ്ജു സാംസൺ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ പരാജയത്തെ വളരെ എളിമയോടെ അംഗീകരിക്കുന്നു, പക്ഷേ എനിക്ക് ദൈവം തന്ന കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സത്യത്തിൽ ആത്മാർത്ഥമായി അവൻ്റെ ആത്മാവിൽ തനിക്ക് ലഭിച്ച ഈ കഴിവ് ദൈവദത്തമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് ഈ ഒരു കഴിവിനെ ഒരു രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഹേതുവായി വളരെ ഭംഗിയായി പ്രയോജനപ്പെടുത്തി കഴിയുമ്പോൾ ആ നിമിഷത്തിൽ ന്യായമായും എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ അവൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ്, അവൻ്റെ ശരീരം പോലും ദൈവത്തോടുള്ള നന്ദിയാൽ നിറഞ്ഞു കവിയും സംശയമില്ല. ആ സമയത്ത് അവൻ ചെയ്യുന്നത് എന്താണെന്ന് ഒരു പക്ഷെ അവൻ അറിഞ്ഞുകൂടായിരിക്കാം. സഞ്ജു സാംസൺ ഇങ്ങനെ അവൻ്റെ ഹെൽമെറ്റൊക്കെ മാറ്റിയിട്ട് ആ പിച്ചിൽ മുട്ടുകുത്തി ദൈവത്തെ സ്തുതിക്കുകയും ദൈവകൃപ അംഗീകരിക്കുകയും അത് മാത്രമാണ് എൻ്റെ അഭയം എന്ന് മറ്റുള്ളവർ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ആരെയും സ്വാധീനിക്കാനല്ല, ഒരു വർഗീയമായ ദുരുദ്ദേശവും കൂടിയല്ല, ഒരു സംഘപരിവാറിനെയും വെല്ലുവിളിക്കാനല്ല. അവൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ്. അവൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത അത്രമാത്രം കരകവിഞ്ഞ് ഒഴുകുന്നത് കൊണ്ടാണ്. ആത്മാർത്ഥതയുടെ ഉരുൾപൊട്ടൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നന്ദിയുടെ ഉരുൾപൊട്ടൽ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ആ ആത്മാർത്ഥതയെ അംഗീകരിക്കാതിരിക്കാൻ ലോകത്തിൽ ഒരു വ്യക്തിക്ക് സാധ്യമല്ല എന്ന് മാത്രമല്ല, വന്യമൃഗങ്ങൾക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ക്രിസ്തീയമായ ആരാധന, ക്രിസ്തീയമായ സാക്ഷ്യം പൊതുരംഗത്ത് പ്രദർശിപ്പിച്ചാൽ അടികൊള്ളും എന്നൊരു കാലഘട്ടത്തിൽ ഇതാ ഒരു യുവാവ് ഈ രാജ്യത്തിൻ്റെ മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമെന്ന് അവൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള നന്ദി പരസ്യമായി പ്രകടിപ്പിക്കുവാൻ മനഃപൂർവ്വമല്ല, അവൻ്റെ ആത്മാവിൻ്റെ ദാഹം അവനെ കീഴടക്കിയത് കൊണ്ട് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിനെ ഒന്ന് വെല്ലുവിളിക്കാൻ, ആ സമയത്ത് പോയി അവനെ ചീത്ത വിളിക്കാൻ ആരും ധൈര്യപ്പെടില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആരുമായിക്കൊള്ളട്ടെ. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രത്യേകമായൊരു കാര്യം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ 40 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്, ഭാരതത്തിൽ ക്രിസ്തീയമായ ഇടപെടലുകളും സാക്ഷ്യങ്ങളും നിലപാടുകളും ക്രിസ്തു വിശ്വാസത്തെ സംബന്ധമായ ആ പ്രക്രിയകളും അടിക്കടി അക്രമത്തിന്, വിമർശനത്തിന്, അറപ്പിന്, വെറുപ്പിന് ഇരയാകുന്നതിൻ്റെ ഒരു കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ തരം താഴ്ന്ന അവസ്ഥ തന്നെയാണ്. നാം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്നതിനെപ്പറ്റി നമുക്ക് എന്താണ് ചിന്തയില്ലാത്തത്? നാം ലോകത്തിലേക്കും വലിയ വലിയ അവകാശവാദങ്ങൾ, വലിയ വലിയ മേന്മ നമുക്കുണ്ട് എന്നൊക്കെ നടിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നു. സത്യം ഞങ്ങളുടെ പോക്കറ്റിലാണ്, ഞങ്ങളുടെ രക്ഷിതാവിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോരുവീൻ, ബാക്കിയുള്ള നിങ്ങൾക്ക് നരകത്തിൽ പോകുന്നവരാണ്, നിങ്ങളെല്ലാം അന്ധകാരത്തിൻ്റെ മക്കളാണ് എന്നൊക്കെ പറയുകയും അതേ സമയത്ത് ആർക്കും സഹിക്കാൻ വയ്യാത്ത പീറത്തരം തന്നെ പൊതുരംഗത്ത് കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാര് സഹിക്കും? അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മറ്റുള്ളവർ കോപത്തോടും വെറുപ്പോടും നമ്മെ കാണുകയും നമ്മുടെ മതപരമായ മാമാങ്കങ്ങളെ വിമർശിക്കുക മാത്രമല്ല തടുക്കാൻ ശ്രമിക്കുകയും ആ സാഹചര്യത്തിൽ അതിന് മുതിർന്ന ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കുറ്റം, അതിൻ്റെ ചുമതല അവരുടെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കരുത്.
അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ക്രിസ്ത്യാനികളായ നാം വലിയ സംഭാവന ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇപ്പോൾ സഞ്ജു സാംസൺ കളിയിൽ ഇന്നലെ രാത്രി കളിയിൽ പത്രത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഏക വ്യക്തിയിൽ കൂടെയാണ് ഭാരതത്തിന്റെ ടീം ഇന്നലത്തെ കളി ജയിച്ച് ഈ ടൂർണമെന്റിന്റെ വേൾഡ് ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ എത്തുന്നത്. ടീം 195 റൺസ് എടുത്തപ്പോൾ സഞ്ജു സാംസൺ മാത്രം 97 റൺസ് എടുത്തു. അതിനു പകരം സഞ്ജു സാംസൺ 0 റൺസ് എടുത്തു. ഡക്ക് എന്ന് പറയും, ഡക്ക്. അതിൽ ഒന്നാന്തരം ഒരു ആനമുട്ട എടുത്തു. എന്നിട്ട് പിച്ചിൽ പോയി ഇങ്ങനെ കണ്ണു അടച്ച് കുരിശം വരച്ച് ഹല്ലേലൂയ സ്തോത്രം 2 മറുഭാഷയും കയറ്റിയിരുന്നെങ്കിൽ സംഘപരിവാറല്ല, വല്ല അതിലെ പട്ടി പോയാൽ അവനെ കടിക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കണം, നമ്മൾ ദയവായി മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് യേശുവിൻ്റെ സുവിശേഷവുമായി ഈ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങുവാൻ യാതൊരു യോഗ്യതയുമില്ല. നമ്മൾ എത്രമാത്രം അധപ്പതിച്ചു എന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരു വശത്ത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തി ചെയ്യുകയും മറുവശത്ത് സൗകര്യമനുസരിച്ച് ലാഭം കാണാനായി ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ അടികൊള്ളണം. ദയവായി മനസ്സിലാക്കുക. ക്രിസ്ത്യാനികളെ വെറുക്കുകയും ക്രിസ്തീയ മത പ്രചരണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുവാൻ എനിക്ക് വളരെ പ്രയാസമുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ സാക്ഷീകരിക്കാനുള്ള ആത്മീകമായ ധാർമ്മികമായ ആധികാരികത ക്രിസ്തീയ സമൂഹം ഭാരതത്തെ നഷ്ടപ്പെടുത്തിയിട്ട് മുച്ചൂട് നശിപ്പിച്ചിട്ട് നാളേറെയായി. അതിനെപ്പറ്റി ചിന്തയില്ലാതെ വെറും മൂന്നാന്തര കൂലിവേലക്കാരെ പോലെ മതനേതാക്കന്മാരുടെ അധപ്പതനത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ദൈവത്തോടും മനുഷ്യരോടും യാതൊരു വിധത്തിലുള്ള കടപ്പാടില്ലാതെ മെത്രാന്മാരുടെ അടിമകളായി നിന്നുകൊണ്ട് അവരുടെ മാമാങ്കത്തിന് കൊടി പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പരമമായ ധർമ്മമെന്ന് വിചാരിച്ച് കഴിയുന്ന ക്രിസ്ത്യൻ അടിമകളെ, മൊണ്ണ ക്രിസ്ത്യാനികളെ, നിങ്ങൾ യേശുവിൻ്റെ മാർഗത്തിന് തടസ്സമാണ്. യേശുവിൻ്റെ നാമം ഈ ഭാരതത്തിൽ അപലപിക്കപ്പെടുവാൻ കാരണം നീയും ഞാനുമാണ്. അല്ലാതെ എനിക്ക് കുറഞ്ഞത് 40 വർഷമെങ്കിലും അന്യമതക്കാരുമായി അടുത്ത സഹകരിച്ച അനുഭവങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലാ വിഭാഗക്കാരുമായി. അവരാരും തന്നെ സത്യമായി പറഞ്ഞാൽ യേശുവിനെ വെറുക്കുന്നവരല്ല, യേശുവിനെ ഉള്ളിൽ ആരാധിക്കുന്നവരാണ്. ബാഹ്യമായി ക്രിസ്തീയ സമൂഹത്തെ വിമർശിക്കുന്നവർ പോലും, ബാഹ്യമായി യേശുവിനെ പഴിചാരാൻ ഏതോ സാഹചര്യം കൊണ്ട്, രാഷ്ട്രീയമായ സാഹചര്യം കൊണ്ട് ശ്രമിക്കുന്നവർ പോലും ഉള്ളിൽ യേശുവിനോട് വലിയ ബഹുമാനവും ആരാധനാ മനോഭാവമുള്ളവരാണ്. പക്ഷെ അവർ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്നു. അതിൽ അവരെ പഴി ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ അവസ്ഥ അതാണ്. അതുകൊണ്ട് എനിക്ക് ഭാരതത്തിലെ ക്രിസ്ത്യാനികളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തുവിനോട് കൂറ് പാലിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വേദപുസ്തകത്തിൻ്റെ ആത്മീയതയ്ക്ക് വില കൽപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഭവനത്തെ ശുദ്ധീകരിക്കുക. നിങ്ങളായിരിക്കുന്ന സഭ ആ മാതൃകയാണ് യേശു നൽകിയത്. എന്തുകൊണ്ടാണ് യേശു അവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഉണ്ടായിരുന്ന അഴുക്ക് തൂത്തുവാരാൻ ശ്രമിക്കാതെ യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കാൻ ശ്രമിച്ചത്? അതാണ് നിന്റെയും എൻ്റെയും കടമ. അത് മാത്രം ചെയ്യാതെ അതിന് ശ്രമിക്കുന്നവരെ പിശാചിന്റെ മക്കളെന്ന്, സാത്താന്റെ മക്കളെന്ന് വിളിക്കുകയും സഭയെ ധാർമ്മികവും ആത്മീയവുമായ നാറ്റം കൊണ്ട് നിറയ്ക്കുന്നവരെ പരിശുദ്ധന്മാരാന്ന് കാണുകയും അവൻ്റെ കൈമുത്തുകയും കാലുമുത്തുകയും ചെയ്ത് നടക്കുന്ന ആളുകൾ ദൈവരാജ്യത്തിന് അപമാനമാണ്. അങ്ങനെയുള്ളവർ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത്.
അതിൽ ന്യായമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം വിധത്തിൽ എന്നെ തെറ്റിദ്ധരിച്ചാലും വിമർശിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, യേശുവിനെ സാക്ഷീകരിക്കാനുള്ള ആധികാരികത നാം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ എന്തെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ സഞ്ജു സാംസനെ പോലെ ഉള്ള ചില വ്യക്തികൾ കൂടെ ആയിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുക. എല്ലാവരും ക്രിക്കറ്റ് കളിക്കാരാകണമെന്നും ക്രിസ്ത്യാനികളെല്ലാം ഭാരതത്തിന്റെ ക്രിക്കറ്റ് ടീമിൽ അംഗങ്ങളാണ് എന്നല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഏത് മേഖലയിൽ ആണെങ്കിലും അവിടെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവും സാധ്യതയും അനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ വ്യക്തിത്വത്തിന്റെ ആധികാരികതയിൽ നിങ്ങൾ സേവനം അർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം അവിടെ സുവിശേഷമായിരിക്കും. അങ്ങോട്ട് കയറി മുട്ടി ആരോട് സുവിശേഷം പറയേണ്ട, അവരിങ്ങോട്ട് വന്ന് ചോദിക്കും. അവർക്കറിയാൻ താല്പര്യമുണ്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തിന്റെ രഹസ്യം എന്താണെന്ന് അവർ ചോദിക്കും. അപ്പോൾ പറഞ്ഞാൽ മതി. അതിൻ്റെ പേരാണ് സാക്ഷ്യം എന്നുള്ളത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ ഞാൻ പറയുന്ന മർമ്മം നിങ്ങൾക്ക് മനസ്സിലാകും. ആളുകൾ ചോദിക്കുകയാണ്, ഇത് എന്താണ് ഇങ്ങനെ നടക്കുന്നത്? നമ്മളെ കണ്ടാൽ പിന്നെ ഒന്നും പറയണ്ട. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഇത് നമ്മൾ അല്പസംഖ്യക്കാരായതുകൊണ്ടല്ല. പാഴ്സികൾ എന്ന് പറഞ്ഞൊരു കൂട്ടം നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ, 60,000 പേരേ ഉള്ളൂ. അവരെ ഭാരതം മുഴുവനും എന്തുകൊണ്ടാണ് മാനിക്കുന്നത്? അവർ പറഞ്ഞാൽ ചെവി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വികസിച്ചത് കൊണ്ടാണ്. അവരായിരിക്കുന്ന മേഖല, പ്രത്യേകിച്ച് വ്യവസായം, നിയമം. ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള നിയമജ്ഞന്മാർ പാഴ്സികളായിരുന്നു. അവരിൽ 3-4 പേരെയെങ്കിലും അടുത്തറിയാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിലെ മേലേക്കിടയിലുള്ള വ്യവസായികൾ അങ്ങനെ സ്വന്തം കഴിവ് തെളിയിച്ച് അതൊരു രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കും അനുഗ്രഹത്തിനും നിദാനമായിത്തീരുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടാകും. ഇതല്ലാതെ വെറും പരട്ടന്മാരുടെ സ്റ്റേജായി ക്രിസ്തു മതത്തെ ആക്കി തീർക്കുകയും പിന്നെ ചെയ്യുന്നത് മുഴുവനും മൃഗീയമായ കാര്യങ്ങളാകുകയും അതിനുശേഷം ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മന്ത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ എങ്ങനെ സഹിക്കുമെന്നാണ് ഇത് പറയുന്നത്. ഇപ്പൊ ഫ്രാങ്കോ മുളയ്ക്കൽ പോലും സഹനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കൈക്കൂലി വാങ്ങിക്കുന്ന ബിഷപ്പാണ് കൈമുത്തണമെന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരുടെ കാല് നക്കി നടക്കുന്നവന്റെ കാലാണ് നിങ്ങൾ പോയി പിടിക്കേണ്ടത്. ഏതെങ്കിലും വിധത്തിൽ ഇവന് ആത്മീയമായ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് 10 മൂക്കുകൊണ്ട് മണത്ത് നോക്കിയാൽ കാണാത്ത ആളിനെയാണ് നിങ്ങൾ വലിയ വലിയ പരിശുദ്ധ പിതാവ് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കേണ്ടത്. ആ ഗതികേടാണ് നമുക്ക്. ഇത് ഞാൻ ആരോടും വ്യക്തിപരമായി പറയുന്നത്. നമ്മുടെ അവസ്ഥ അത്രമാത്രം വധപ്പതിച്ച് പോയതുകൊണ്ടും അതിൻ്റെ പരിണിത ഫലം അത്ര ഭീകരമായതുകൊണ്ടും വരുന്ന തലമുറ ഈ ഭാരം ചുമക്കേണ്ടി വരും എന്നതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.